ഒരു വ്യക്തിയുടെ ജീവിത പ്രാരാബ്ധങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. നിങ്ങളൊരു ചുക്കും ചെയ്യില്ല. അല്ല, നിങ്ങൾ കാണിക്കൊക്കെ ഇവിടെ ശരിയാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ കാണിക്കേണ്ട ശരിയാ. അതായത് ഇപ്പം നിങ്ങൾ വന്നു കണ്ട് ആ റോഡ് തടഞ്ഞിട്ട്, അതായത് 3-4 കല്ലിട്ട് കണ്ട് ഇപ്പോൾ അവിടെ വണ്ടി ഇങ്ങോട്ട് വരണോട് നിങ്ങൾ 3-4 കല്ലിട്ട് കണ്ട് നിങ്ങൾ അവിടെ തടഞ്ഞു നിർത്തി. നിങ്ങൾ ചെയ്ത് വല്ല ശരി. നിങ്ങൾ പറഞ്ഞ ന്യായമുള്ളോടത്ത് ഞാൻ നിൽക്കും, ന്യായത്തിൻ്റെ ഒപ്പം ഞാൻ നിൽക്കുള്ളൂ. ന്യായക്കേട് കാണിക്കണോടത്ത് ഞാൻ നിൽക്കൂല. അല്ല, ഈ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും നടക്കാനുള്ള റോഡാണ്. എല്ലാവരും നടന്നു പോകേണ്ട റോഡാണ്. ആ റോഡ് നിങ്ങൾ കല്ലിട്ട് തടിച്ചാൽ അത് നിങ്ങളൊരു ന്യായം ചെയ്തത്. ന്യായത്തിൻ്റെ ഒപ്പം ഞാൻ ഇന്ന് നിൽക്കും, അന്ന് നിൽക്കും, ഇന്ന് നിൽക്കും. പക്ഷെ ന്യായക്കേട് കാണുന്നിടത്ത് ഞാൻ നിൽക്കൂല. അതിനിപ്പോൾ ആര് വന്നാലും ഞാൻ അയരക്കത്തേറ്റ് വെട്ടെന്ന് പറഞ്ഞാൽ അയരക്കത്തേറ്റ് വെട്ട് തന്നെ ചെയ്യും. അതിനിപ്പോൾ ആര് വന്നാലും ശരി, അയരക്കത്തേറ്റ് വെട്ടെന്ന് വിചാരിച്ചാൽ അയരക്കത്തേറ്റ് വെട്ട് തന്നെ ചെയ്യും. നിങ്ങൾ പോലീസിന് വിളിച്ചോളി, പോലീസിന് വിളിക്കുക, അതൊക്കെ നിങ്ങളെ കഴിവ്. പോലീസിന് വിളിക്കുക, പോലീസിനോട് കാര്യങ്ങൾ പറയുക, അതൊക്കെ നിങ്ങളെ കഴിവ്. പോലീസ് വന്നോട്ടെ, പിടിച്ചോട്ടെ, യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഇത്രയും കാലം ഈ പോലീസിന് വിളിക്കുക, അതൊക്കെ നിങ്ങളെ കഴിവ്. പോലീസ് വരിക, ഞങ്ങളെ പിടിക്കുക, എന്ത് വേണമെന്ന് ചെയ്തോട്ടെ, അതൊക്കെ നിങ്ങളെ കഴിവ്. അത് നിങ്ങൾ ചെയ്തോളി. അതൊന്നും നമ്മൾ എതിർക്കണില്ല. പക്ഷെ റോഡ് തടുക്കുക, അതൊന്നും ഇതിൽ പറഞ്ഞിട്ടുള്ളതല്ല. റോഡ് തടുക്കുക, റോഡ് കല്ലിട്ട് നിർത്തുക. ഈ റോഡ് നിങ്ങൾക്ക് അതൊന്നും അറിയില്ല. അന്ന് 98 ഈ റോഡിനും വേണ്ടി ഫുള്ള് കല്ലൊക്കെ പരത്തിയ ആളാണ് ഞാൻ. അന്ന് ഈ കല്ല് ഏറ്റിയാൽ 25 പൈസ കിട്ടില്ല. 25 ഒരു കല്ലിന് 25 പൈസ കിട്ടിയിട്ട്, അതായത് കാലെണ്ണം കിട്ടി. അവിടുന്ന് ഈ പാലത്തിൽ നിന്ന് ഏറ്റിക്കൊണ്ടുവന്ന് ഇവിടെ വടക്കേമ്പുറം ഇവിടെ വരെ ഏറ്റിക്കൊടുന്ന ആ റോട്ടുമ്മൽ പതിച്ച്, അതായത് പാലാത്ത ലാസ്റ്റ് വരെയുള്ള റോഡ് ഫുള്ള് കല്ല് പൈസയിൽ ഒരു കണ്ണിയാ ഞാനും. അങ്ങനെ അത്രക്ക് കഷ്ടപ്പെട്ട് ഞാനും കൂടി കഷ്ടപ്പെട്ട റോഡാണ്. ആ റോഡും കൂടെ നമ്മളൊരു കാര്യത്തിന് നമ്മളൊരു സംഗതി പോകുമ്പോൾ അത് നിങ്ങൾ തടഞ്ഞു നിർത്തുക. അത് നിങ്ങൾ ചെയ്യേണ്ട ന്യായമാണെന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കും. പക്ഷെ നിങ്ങൾ ന്യായത്തിൻ്റെ ഒപ്പമല്ല നിൽക്കുന്നത്. ന്യായത്തിൻ്റെ ഒപ്പം തന്നെ ഞാൻ നിൽക്കുള്ളൂ. അന്നും ഞാൻ ന്യായത്തിൻ്റെ ഒപ്പം തന്നെ നിന്നിട്ടുള്ളൂ. നിങ്ങൾ റോഡ് തടുക്കേണ്ട ഒരു ന്യായമല്ല, അത് ന്യായമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ റോഡ് തടുക്കുക എന്ന് പറഞ്ഞാൽ അത് ന്യായമല്ല. നിങ്ങൾ പോലീസിന് വിളിക്കുക, പോലീസ് വരെ, പോലീസ് വന്ന് കണ്ട് പിടിക്കുക, അതൊക്കെ ചെയ്തോട്ടെ, നമുക്ക് യാതൊരു എതിർപ്പില്ല. പക്ഷെ റോഡ് തടുക്കണേന് ഞാൻ നിന്നെതിരാ. ഇഞ്ഞെങ്ങാനും തടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടാമതൊരു വർത്താനല്ല. ഇഞ്ഞെങ്ങാനും തടുക്കാൻ വന്ന അയരക്കത്തേറ്റ് വെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വെട്ട് തന്നെ ചെയ്യും. അതിനിപ്പോൾ ആരായാലും നിങ്ങൾ ധൈര്യമുള്ളവരോട് ഇങ്ങോട്ട് വരി, ഞാൻ അയരക്കത്തേറ്റ് വെട്ടെന്ന് പറഞ്ഞാൽ വെട്ട് തന്നെ ചെയ്യും. നിങ്ങൾ എത്ര വലിയ ആൾക്കാരായാലും എത്ര വലിയ കൊലങ്കൊമ്പന്മാരാണെങ്കിലും എനിക്കൊന്നും നഷ്ടപ്പെടാറില്ല. എന്നോട് കൊല്ലാണ് നിങ്ങളോട് കൊങ്കി അയരക്കത്തേറ്റ് വെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വെട്ട് തന്നെ ചെയ്യും. അല്ല, നിങ്ങൾ എന്ത് ന്യായം ചെയ്ത്? അതായത് എനിക്കിപ്പോൾ അവിടെ പൂയി കയറ്റിയിട്ടാൽ ഒരു പൂയി ലോഡ് കയറ്റിയാൽ എനിക്ക് ആകെ 200 റുപ്യ കിട്ടില്ല. അത് അടിച്ചു പോയിട്ട് ഫുള്ളായിട്ട് അടിച്ചു പോയാൽ എനിക്ക് 200 റുപ്യ കിട്ടും. ലൈനിൽ നിന്നൊരു 300 റുപ്യം കിട്ടും. അങ്ങനെ ഒരു 500 റുപ്യ കിട്ടും. സത്യം തന്നെയാണ്. സത്യമല്ലാതെ ഞാൻ ഒന്നും പറയണില്ല, ഞാൻ സത്യം തന്നെ പറയണ്ടേ. 500 റുപ്യ എനിക്ക് കിട്ടും. 200 റുപ്യ പൂയി അവിടെ കയറ്റിയിട്ടാൽ അത് അടിച്ചു പോയാൽ 200 റുപ്യം. ലൈനിൽ നിന്നാൽ ഒരു 300 റുപ്യം കിട്ടും. എൻ്റെ വീട്ടിൽ നയിച്ചോണ്ടാ ഞാൻ തന്നെയല്ലേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ നയിച്ചോണ്ടാണല്ലോ. എനിക്ക് ഏട്ടന്മാരില്ല, ഉപ്പല്ല, ആങ്ങളമാരില്ല. 9 ആൾക്കാർക്ക് ഞാൻ നയിച്ചെന്നിട്ട് വേണം ഞാൻ വീട്ടിലെ ചിലവ് ചെയ്യാൻ. വേറെ ആരുമില്ല. ഞാനാണ് ഈ 9 ആൾക്കാരെ വീട്ടിൽ ചിലവ് കൊണ്ടുപോകുന്നുണ്ട്. വേറെ ആരും എനിക്ക് നയിച്ചു. എനിക്കൊരു ഏട്ടന്മാരോ എനിക്കൊരു മക്കൾ, ആ മക്കൾ ആരുമില്ല. പുറത്തുനിന്ന് ആരെങ്കിലും നാട്ടുകാരെയും കൊണ്ടുവരി. എനിക്ക് വീട്ടിലെ ചിലവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ഗൾഫൊക്കെ പോയിട്ട് എനിക്കിപ്പോൾ ഈ പണി തന്നെ അറിയുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണിയിൽ നമ്മൾ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ റോഡ് തടുക്കുക, അതൊന്നും ഒരു ന്യായമുള്ള വർത്താനല്ല. നിങ്ങൾ വണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കല്ലിട്ട് തടഞ്ഞാണ്ട് പോലീസിന് വിളിക്കുക. അതെന്താ എൻ്റെ പൂയി പിടിച്ചു പോയാലും എൻ്റെ മേത്ത് നിർത്തി കൊടുക്കണം. എനിക്കിപ്പോൾ നാട്ടുകാരോ ആരും നയിച്ചാൽ കൊണ്ടിരുന്നു. എനിക്ക് വീട്ടിൽ 9 ആൾക്കാരെ ചിലവ് കഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നയിച്ചു കൊടുത്തിട്ട് തന്നെ വേണം. വേറൊരു കുട്ടി നയിച്ചോണ്ടിരില്ല. വീട്ടിൽ ചിലവ് കഴിയണമെന്നുണ്ടെങ്കിൽ 9 ആൾക്കാർക്ക് ഞാനാണ് തിന്നാൻ കൊടുക്കും. വേറെ ആരും തിന്നാൻ കൊടുക്കില്ല. ഈ പറയുന്ന നാട്ടുകാർ തിന്നാൻ കൊടുക്കും ഇല്ലല്ലോ. വീട്ടിലെ ചിലവ് കഴിയണമെന്നുണ്ടെങ്കിലും ഈ വീട്ടുകാരെ നോക്കണമെന്നുണ്ടെങ്കിലും ഈ ഞാൻ നയിച്ചു കൊടുത്തിട്ട് തന്നെ വേണം. വേറെ പുറത്തുനിന്ന് ഒരാൾ നയിച്ചോണ്ടിരാല്ല. ഞാൻ കൊടുന്ന് വന്നിട്ടാണ് ഈ വീട്ടിലെ ചിലവ്. എനിക്ക് 500 റുപ്യ കിട്ടും. സത്യം തന്നെ 200 റുപ്യ അവിടെ ലോഡ് ഏറ്റാലും കിട്ടും, 300 റുപ്യ ലൈനിൽ നിന്നാലും കിട്ടും. അതിലപ്പുറം എനിക്കൊന്നും കിട്ടണില്ല. പക്ഷെ എന്താണ്, അത് നമുക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. അതിനു വേണ്ടി നമ്മൾ രാത്രി ഒന്നുമില്ല, പകലൊന്നുമില്ല. ഞാൻ ഇവിടെ നിൽക്കലുണ്ട്, നമ്മുടെ പോയമ്പകത്തേക്ക് വരലുണ്ട്, രാത്രി വരലുണ്ട്, ഒക്കെ ചെയ്യലുണ്ട്. അതെന്താ, നമ്മളൊരു മുതൽ അവിടെ പോയമ്പകത്തുണ്ടാകുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ വന്ന് നോക്കും. അത് നമുക്കിത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 10, 200, 300 ആയിട്ട് 500 റുപ്യ നമുക്ക് ഒക്കുള്ളൂ. അങ്ങനെ ഒത്തിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് അരി സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ. അരി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നെങ്കിൽ നമുക്കൊരു 500 റുപ്യ കിട്ടും. അല്ലെ വീട്ടിൽ ഇതൊക്കെ നമ്മളെ മൈസത്തിൻ്റെ കാര്യമല്ലേ. എല്ലാവർക്കും ചിലവ് കഴിഞ്ഞ് പോകണ്ടേ? നമ്മളിപ്പോൾ നിങ്ങളെ എന്തെങ്കിലും പിടിച്ച് പറിച്ചാനോ നിങ്ങളെടുത്ത് എന്തെങ്കിലും പറിച്ചെടുക്കാനോ എന്തെങ്കിലും വരണുണ്ടോ? കക്കാനോ പിടിക്കാനൊന്നും പോകണില്ല. അതൊക്കെ അറിയില്ല. അപ്പം നമുക്ക് അറിയണ ജോലി നമ്മൾ ചെയ്യണേ, അതത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇതൊന്നും കക്കാനോ പിടിക്കാനോ പറിക്കാനോ ഒന്നും ഞാൻ വരുന്നില്ല. എന്താണ്, നമ്മളിങ്ങനെ തന്നെ നയിച്ചിട്ട് തന്നെ തിന്നില്ല. നമുക്ക് അതായത് നമ്മൾ കക്കുണ്ട്, അത് സർക്കാരിൻ്റെ മുതലാന്ന് മാറുള്ളൂ. അല്ലാതെ നിങ്ങളെ നാട്ടുകാരെ സാധനമോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ നാട്ടിലെ വീട്ടിലത്തെ സാധനങ്ങളോ ഒന്നും വന്ന് നമ്മൾ കക്കണില്ല. നമുക്ക് കക്കണില്ല എന്ന് പറയണില്ല. പക്ഷെ സർക്കാരിന്റെ മൂലം തന്നെ ഉള്ളൂ. പക്ഷെ നമുക്ക് എങ്ങനെയായാലും ജീവിതം കഴിഞ്ഞു പോകണ്ടേ? എന്തായാലും ജനിച്ചു പോയില്ലേ, ജീവിക്കണ്ടേ? ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യണ്ടേ? അപ്പൊ വീട്ടിൽ 9 ആൾക്കാരെ ചെലവഴിക്കാൻ ഞാൻ തന്നെ ഉള്ളൂ. സൂപ്പർ. അതെ, സത്യത്തിന്റെ മുഖം വളരെ ക്രൂരമാണ്. ഒരു വ്യക്തിയുടെ ജീവിത പ്രാരാബ്ധങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം.